ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പിക്സൽ 40. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന കുറച്ച് മീനുകളെക്കുറിച്ച് തന്നെ പറയാനാണ്. മീനുകൾ എന്ന് പറഞ്ഞാൽ വെറും മീനുകളല്ല, ഒരു ഒന്നൊന്നര മീനുകളാണ്. അതായത് കുറച്ച് മോൺസ്റ്റർ ഫിഷസിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് ഞങ്ങൾ അറ്റ്ലാന്റ ഫിഷ് ഫാമിൽ പോയപ്പോൾ, അതായത് കീഴത്തുള്ള അറ്റ്ലാന്റ ഫിഷ് ഫാമിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് മോൺസ്റ്റർ ഫിഷസിൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അതായത് പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊരു പ്രയോജനമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടാങ്കിൽ കിടക്കുന്നത് ഗോൾഡൻ അരോണയാണ്. അരോണ ഫിഷ് ഒരു ലക്കി ഫിഷായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 3 അടി തൊട്ട് 5 അടി വരെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഗ്രോത്ത് വരുന്നത്. ലൈവ് ഫുഡാണ് അരോണയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയ പെല്ലറ്റ് ഫുഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വളർത്തുവാണെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എപ്പോഴും പുറത്തേക്കെടുത്ത് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 24 മണിക്കൂറും വളരെ ആക്റ്റീവായിട്ട് അക്വേറിയത്തിൽ കാണപ്പെടുന്നൊരു മീനാണ് അരോണ ഫിഷ്. ലോകത്തിലെ തന്നെ വലിയൊരു ശുദ്ധജല മത്സ്യമാണ് അലിഗേറ്റർ ഗാർ. വടക്കേ അമേരിക്കയാണ് ജന്മദേശം. അതുപോലെ തന്നെ 100 മില്യൺ വർഷങ്ങൾക്ക് മുൻപേ ഭൂമുഖത്ത് ഉണ്ടായിരുന്നതായിട്ട് ഫോസിൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പെട്ടെന്ന് വളർച്ച വയ്ക്കുന്നൊരു ഫിഷാണ് അലിഗേറ്റർ ഗാർ. അലിഗേറ്റർ ഗാർ എന്ന പേര് വരാൻ തന്നെ കാരണം ഇതിൻ്റെ മുഖസാദൃശ്യമാണ്. അലിഗേറ്ററുമായിട്ടുള്ള മുഖസാദൃശ്യമാണ് ഇതിന് അലിഗേറ്റർ ഗാർ എന്ന പേര് വരാൻ കാരണം. ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് അരാപ്പൈമ. അരാപ്പൈമ എന്ന് പറയുന്ന ഒരു എയർ ബ്രീത്തിങ് ഫിഷാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന എയർ എടുക്കാതെ 20 മിനിറ്റിൽ കൂടുതൽ അരാപ്പൈമ ഫിഷിന് ഇരിക്കാൻ കഴിയില്ല. ഏകദേശം 24 മണിക്കൂർ വരെ വെള്ളമില്ലാണ്ട് സർവൈവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അലിഗേറ്റർ ഗാറിനെ പോലെ തന്നെ പെട്ടെന്ന് വളർച്ച വയ്ക്കുന്ന ഒരു ഫിഷാണ് അരാപ്പൈമ. കുഞ്ഞായിട്ട് ഇരിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് അക്വേറിയത്തിൽ കാണപ്പെടുന്ന ഒരു ഫിഷാണ് അരാപ്പൈമ. പക്ഷേ മെച്യൂർ ആവും തോറും അത് വളരെ സൈലൻ്റായിട്ട് മാറുകയാണ് ചെയ്യാറ്. ഈ കാണുന്നത് സിൽവർ അരോണയാണ്. നമ്മൾ ഗോൾഡൻ അരോണ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രെഡേറ്റർ ഫിഷാണ് സിൽവർ അരോണയും. ലൈവ് ഫുഡാണ് സിൽവർ അരോണയും കൊടുക്കുന്നത്. അരോണകൾ തന്നെ ഏറ്റവും വില കുറഞ്ഞ അരോണയാണ് സിൽവർ അരോണ. സിൽവർ അരോണയും ഗോൾഡൻ അരോണയും തമ്മിൽ വ്യത്യാസം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പിലാണ് പറയുന്നത്, അതുപോലെ തന്നെ കളറിലും. അടുത്തതായിട്ട് കാണുന്നത് ഒരു വളരെ ഭംഗിയുള്ളൊരു ഫിഷാണ്. അതായത് പാരറ്റ് എന്നാണ് അതിൻ്റെ പാരറ്റ് ഫിഷ് എന്നാണ് പറയുന്നത്. തൈവാനാണ് ഒറിജിൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പാരറ്റ് ഫിഷ് എന്ന് വിളിക്കാൻ തന്നെ കാരണം അതിൻ്റെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ തല ഒരു പാരറ്റിനോട് സാമ്യമുള്ള പോലെയാണ് കാണപ്പെടുന്നത്. പല കളറിൽ പാരറ്റ് ഫിഷിനെ കാണപ്പെടും. കാണുമ്പോൾ ഒരു പാവം സൗമ്യ സ്വഭാവം പോലെ തോന്നുമെങ്കിലും ആളിച്ചിരി വില്ലനാണ്. ഒരു സെമി അഗ്രസീവ് ഫിഷാണ് പാരറ്റ് ഫിഷ്. അതുകൊണ്ട് തന്നെ ഇതിനെ അക്വേറിയത്തിൽ ഇടുവാണെങ്കിൽ തന്നെ കൂടുതൽ എണ്ണത്തിലിടുക. പിന്നെ ഇതൊരു അല്പം ഷൈ ആയിട്ടുള്ളൊരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈഡിങ് സ്പോട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതായിരിക്കും. ഈ കാണുന്നത് പാരറ്റ് ഫിഷിൻ്റെ റെഡ് കളറിൽ വരുന്ന വെറൈറ്റിയാണ്. നമ്മൾ പാരറ്റ് ഫിഷിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്നത് മൈക്രോ പെല്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഫുഡ് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഈ കാണുന്നത് ഓസ്കാർ ഫിഷാണ്. വളരെ ഭംഗിയുള്ളൊരു ഫിഷാണ് ഓസ്കാർ ഫിഷ്. അതുപോലെ തന്നെ എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഫിഷാണ് ഓസ്കാർ.
ഓസ്കാർ ഫിഷിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 10 തൊട്ട് 20 വർഷം വരെയാണ്. അതുപോലെ തന്നെ ഏകദേശം വെയിറ്റ് 1.5 കിലോ വരെ വയ്ക്കും. ഒരു അഡൽട്ട് ഫിഷ് ഏകദേശം 1.5 കിലോ വരെ വെയിറ്റ് വയ്ക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓസ്കാർ ഫിഷിൻ്റെ പെയർ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓസ്കാർ ഫിഷ് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 800 തൊട്ട് 1000 കുഞ്ഞുങ്ങളെ വരെ ഒറ്റ ബ്രീഡിങ്ങിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഫിഷാണ് ഓസ്കാർ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫാമിൽ നിന്ന് പോന്നിരിക്കുകയാണ്. പിന്നെ അവിടെ റെഡ്ടെയിൽ കാറ്റ്ഫിഷിൻ്റെ കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്. അതായത് പോണ്ടിലാണ് കിടക്കുന്നത്. ഞങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അക്വേറിയത്തിൽ കിടന്ന ഫിഷസിൻ്റെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. പോണ്ടിലായ കാരണം എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ചെറിയ സൈസുള്ള റെഡ്ടെയിൽ കാറ്റ്ഫിഷ് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ഏകദേശം 100 രൂപ വരുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത് ഞങ്ങളോട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് ചെല്ലുക. കാരണം സ്റ്റോക്ക് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ടോ, നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന മീൻ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ആ ചേട്ടനെ വിളിച്ച് ചോദിക്കുക, ചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.